മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഴലപ്പമാണ്. അപ്പോൾ ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 2-3 വെളുത്തുള്ളി അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഈ മാവ് കുഴയ്ക്കാനുള്ള വെള്ളവും കൂടി തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാമേ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണേ. എന്നിട്ട് നമുക്ക് മാവിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണേ ഈ പൊടിയുടെ കൂടെ. എന്നിട്ട് അത് ജീരകം പൊടിക്കുകയൊന്നും വേണ്ട, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടി വരത്തില്ല, ഒരു 3/4 ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി വന്നുള്ളൂ. ഓരോ മാവിൻ്റെ ഇതുപോലെ ഇരിക്കും. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നല്ലപോലെ കുഴച്ച് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ, അതിനകത്തോട്ട് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ തടവി ഒന്ന് പരത്തിയെടുക്കാമേ. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇത് ഈ നമ്മൾ പതുക്കെ മടക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളിപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ ഇതിട്ട് കൊടുക്കാൻ സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കണേ. അതിന് ശേഷം നമ്മളിതിനെ തീ കുറച്ച് വയ്ക്കണം. എടുക്കാൻ സമയത്ത്, അതായത് നമ്മൾ ഇത് ഫ്രൈ ആയി ഇതിനെ തിരിച്ച് നമ്മൾ കോരുമല്ലോ, ആ സമയത്തും ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണേ. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കാണാം. താങ്ക് യു.